എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഒരു പുതിയ ആഴ്ച യേശു കർത്താവ് നമുക്ക് ദാനം തന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കർത്താവിൻ്റെ കരം നമ്മൾ കണ്ടതാണ്. യേശു കൂടെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതായത് ഒരിക്കലും ഈ ലോകത്തിൽ ആരെയും അമിതമായി നമ്മൾ ആശ്രയം വെക്കരുത്. അമിതമെന്നല്ല, ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. കാരണം നമുക്കൊരു ഇരുട്ട് വന്നാൽ നമ്മുടെ നിഴല് പോലും നമ്മെ വിട്ടുമാറും. വെളിച്ചമുണ്ടെങ്കിലേ ഈ നിഴല് നമ്മുടെ കൂടെയുള്ളൂ. എന്നാൽ ഒരു ഇരുട്ടിൽ നിഴല് പോലും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന്. ദൈവാശ്രയമുള്ള ഒരു വ്യക്തിയെ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ തകർക്കാനോ ക്ഷീണിപ്പിക്കാനോ തളർത്താനോ മാനസികമായി സമ്മർദ്ദം ചെലുത്താനോ ആർക്കും കഴിയില്ല. കർത്താവ് കൂടെയുള്ളവൻ വളരെ സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ സ്വസ്ഥതയും സമാധാനവും ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ നാളുകളായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ധ്യാനിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവർ വളരെ ശക്തരായിരുന്നു, സ്വസ്ഥതയുള്ളവരായിരുന്നു. പൗലോസിൻ്റെ ചരിത്രത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. 26 അധ്യായത്തിൽ അവർ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ പൗലോസിനെ നിർത്തി. പൗലോസ് അഗ്രിപ്പ രാജാവിനോട് സംസാരിച്ചു. അഗ്രിപ്പ രാജാവിന് ഒരു പകുതി സമ്മതം കർത്താവിനെ കുറിച്ചുണ്ട്. ഹൃദയം കൊണ്ട് മുഴുവൻ സമ്മതമാണ്. എന്നാൽ ഈ സ്ഥാനമൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും പരസ്യമായി പറയാൻ കഴിയില്ല. നമ്മളെന്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്ക് വലിയ സ്ഥാനവും വലിയ ആഡംബരവും വലിയ സ്വാധീനവും വലിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും യേശുവിനെ ഒന്ന് അകറ്റി നിർത്തിയാനെ. കാരണം അതുപോലെ സമൂഹത്തിൽ മാന്യതയും പ്രതാപവും ഉള്ളവർ യേശുവിനെ പരസ്യമായി സാക്ഷീകരിക്കാൻ മടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പുരോഹിതന്മാർ പോലും പരസ്യമായി ഏറ്റുപറഞ്ഞില്ലെന്ന്. യേശുവിനെ വിശ്വസിച്ചു, പരസ്യമായി ഏറ്റുപറഞ്ഞില്ല. ഭാഗ്യവശാൽ യേശുവിനെ കർത്താവും രക്ഷകനുമെന്ന് പരസ്യമായി പറയാൻ മടിയില്ലാത്തൊരു കൂട്ടമായി കർത്താവ് നമ്മെ വിളിച്ചു. അതിൻ്റെ കാരണം നമുക്ക് വലിയ പറയത്തക്ക സ്ഥാനമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലർക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ടെന്നൊന്നുമില്ല. ഇന്ന് ഈ ലോകത്തിലുള്ള പല വ്യക്തികളോടും തുലനം ചെയ്താൽ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. നമ്മെ പലരെയും പല പഞ്ചായത്തിൽ പോലും അറിയില്ല. ലോകം മുഴുവൻ അറിയുന്ന ആൾക്കാരുണ്ട്. അവർ പോലും കർത്താവിന് വേണ്ടി നിൽക്കാൻ അഭിമാനം കൊള്ളുമ്പോൾ ഒരു പഞ്ചായത്തിൽ പോലും അറിയാത്തവർ വലിയ അഭിമാനികളായിട്ട് സുവിശേഷത്തോട് അകന്നു കിടക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ പിശാചു മാത്രമാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. പൗലോസിൻ്റെ ആശ്രയം കർത്താവിലാണ്. അഗ്രിപ്പ രാജാവ് ആ രാജാവിനോട് 29 വാക്യത്തിൽ പൗലോസ്, നീ മാത്രമല്ല എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴുകി എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എൻ്റെ വചനം കേൾക്കുന്നവരെല്ലാം എന്നെ പോലെ ആകണം. എന്നാൽ എൻ്റെ ചങ്ങല നിങ്ങൾക്ക് വേണ്ട. അതൊരു നല്ല പ്രാർത്ഥനയാണ്. എന്നിലുള്ള ദൈവകൃപ നിങ്ങൾക്ക് വേണം. എന്നിലുള്ള ദൈവിക ബന്ധം നിങ്ങൾക്ക് വേണം. എന്നിലുള്ള പ്രത്യാശ നിങ്ങൾക്ക് വേണം. എന്നിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. എന്നിലുള്ള നിത്യജീവൻ നിങ്ങൾക്ക് വേണം. എന്നിലുള്ള ചങ്ങല നിങ്ങൾക്ക് വേണ്ട. എന്നിലുള്ള രോഗം നിങ്ങൾക്ക് വേണ്ട. എന്നിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ട.
അതിൻ്റെ അർത്ഥം എന്നിലുള്ള എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണം. എന്നെ നിങ്ങളെ കൂടി തുലനം ചെയ്താൽ ഭൗതികമായിട്ട് നിങ്ങളാണ് മുമ്പിൽ. അത് നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഭൗതികമായി എന്നെ പോലെ നിങ്ങളാകരുത്. ആത്മീകമായി നിങ്ങൾ എന്നെ പോലെ ആകണം. പൗലോസ് അവിടെ പറഞ്ഞ കാര്യം അതാണ്. അങ്ങനെ അവിടെ 30-ാം വാക്യം, അപ്പോൾ രാജാവും ദേശാധിപതിയും ബർണീക്കയും അവരോടുകൂടെ ഇരുന്നവർ എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ ചങ്ങലയ്ക്കോ മരണത്തിനോ യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അടുത്തത്, കൈസറെ അഭയം ചൊല്ലി ഇരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പ വെസ്തോസിനോട് പറഞ്ഞു. പൗലോസിനെ വിട്ടയക്കണമെന്നുണ്ട്. എന്നാൽ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് മറ്റുള്ളവരോടും പറഞ്ഞിരുന്നു, കൈസറെ ഞാൻ അഭയം ചൊല്ലുന്നു. എന്തുകൊണ്ടാണ്? കൈസർ വലിയ മിടുക്കനായതുകൊണ്ടാണോ? അല്ല. കൈസറിന് മാത്രമേ പൗലോസിനെ വിടുവിക്കാൻ കഴിയുമോ? അല്ല. എന്താണ്? നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന ഒരു ദൈവാലോചന, ദൈവശബ്ദം കിടക്കുന്നത് കൊണ്ട് ഇദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ ഈ രാജാവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. അതിനിടയിൽ എത്രയോ രാജാക്കന്മാരും നാടുവാഴികളും തൻ്റെ പ്രസംഗം കേട്ടു. അതായത് വലിയ വലിയ അധികാരികൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് കേട്ടു, യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയുള്ള നിത്യജീവനെ കുറിച്ച് കേട്ടു. ആരും കേട്ടില്ലെന്ന് പറയരുത്. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ദൈവവചന സംസാരങ്ങൾ, ദൈവവചന ക്ലാസ്സുകൾ, നമ്മുടെ ദൈവവചന പഠനങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ മാത്രമല്ല, വരികയോ വരാതിരിക്കുകയോ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെന്ന് പറയരുത്. ഒരു നരകമുണ്ടായിരുന്നു, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞിട്ട് വേണം നരകത്തിൽ പോകാനും അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനും. അയ്യോ, ഇതെന്താണ്, മുഴുവൻ തീയാണല്ലോ, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് അവിടെ കിടന്ന് പറയരുത്. ഓ, അന്ന് പൗലോസ് പറഞ്ഞ സ്ഥലമല്ലേ ഇത്, ഓ ഞാനന്ന് അദ്ദേഹത്തെ അനുസരിച്ചില്ല എന്ന് ചിന്തിച്ച് വേണം നരകത്തിൽ കിടക്കാൻ. അല്ലെങ്കിൽ ഓ, ആ ദൈവപുരുഷൻ പറഞ്ഞപ്പോൾ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ നിത്യതയിലെത്തി, യേശുവിന് മഹത്വം എന്ന് പറയണം. രണ്ടിലൊന്ന് പറയാൻ ഭൂമിയിൽ ഒരു അവസരം ഒരുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷീകരണം. നമ്മൾ മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് സ്വർഗീയ ഓക്സിജൻ കൊടുക്കുകയാണ്. ഈ സ്വർഗീയ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നിത്യതയുമായി കണക്റ്റ് ആകൂ, ദൈവവുമായി കണക്റ്റ് ആകൂ, നമ്മുടെ ആത്മാവിന് ജീവൻ ഉണ്ടാകും. അതുകൊണ്ട് ദൈവവചനവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ യേശു കൃപ തരട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് വരാം. ഞങ്ങൾ കപ്പൽ കയറി ഇതല്യക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ പൗലൂസിനെ മറ്റു ചില തടവുകാരെയും അഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി. തെസലോനിക്കയിൽ നിന്നുള്ള മക്കതോന്യക്കാരനായ അരിസ്തോഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. ഒരു തടവുകാരനാണെങ്കിലും പൗലോസ് പോകുന്നിടത്തൊക്കെ തനിക്ക് കിട്ടേണ്ട ദയയും കരുണയും എല്ലാം എല്ലായിടത്തും കിട്ടുകയാണ്. അഗ്രിപ്പ രാജാവിനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, ഫെസ്തോസിന് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. ഇതാ യൂലിയാസ് എന്ന ഈ ശതാധിപൻ
പൗലോസിന് വളരെ വളരെ ദയ കാണിക്കുകയാണ്. എവിടെ പോയാലും നാം കർത്താവിൻ്റെ പ്രോഗ്രാമിലാണെങ്കിൽ രാജാവിൻ്റെ ഹൃദയം കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അസാധാരണമായ ഒരു കരുണ ഈ പട്ടാളക്കാര് തന്നെ തനിക്ക് കൊടുക്കുകയാണ്. താൻ പാർക്കുന്ന ജയിലുകളിൽ പോലും തനിക്കൊരു ഫേവർ ഉണ്ടായി. ജയിലിൽ ജോസഫിന്റെ കൂടെ ഇരുന്നവൻ ഇതാ പൗലോസിന്റെ കൂടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തത്, അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. അങ്ങനെ ഈ കപ്പൽ യാത്ര തുടരുകയാണ്. പൗലോസിനെയും മറ്റു ചില സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ യാത്ര. ഈ യാത്രയിൽ പല പ്രശ്നങ്ങളുണ്ടായി. വലിയ കാലവർഷ പ്രതികൂലങ്ങളുണ്ടായി, കാറ്റ് എതിരായി. ഇതൊക്കെയാണ് ഇനി താഴോട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കണം. ഇന്ന് ഇത് കേട്ട ഓരോരുത്തരോടും പറയാം, ദൈവത്തിൻ്റെ പ്രോഗ്രാം എന്താണോ നാം അതിലെത്തിച്ചേരും. ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ ഒരാൾ നിന്നാൽ അവന് വേണ്ട ബന്ധങ്ങളും കണക്ഷനുകളും എല്ലാം കർത്താവ് ഓരോ സമയത്ത് ഒരുക്കി തരും. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാം, നാം ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവ വഴിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് പോകേണ്ട കപ്പൽ, നമുക്ക് വേണ്ട ബന്ധങ്ങൾ, നമുക്ക് പാർക്കാനുള്ള വീട്, നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം, നമുക്ക് പറ്റിയ കാലാവസ്ഥ എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. എല്ലാ അധികാരികൾ പോലും നാം ദൈവ വഴിയിലാണെങ്കിൽ നമുക്ക് അനുകൂലമായി മാറും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്ന് റോമർ 8 പറയുന്ന പോലെ, ദൈവം അനുകൂലമാണോ, നീ പോകുന്ന വഴി ഭയങ്കര പ്രതികൂലമാകട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അത്ഭുതകരമായി നടക്കും. യേശുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, വഴികളിൽ കാക്കണമേ, ദൈവകൃപ കൊണ്ട് പൊതിയണമേ, വലിയൊരു ഉണർവിന് വേണ്ടി ഉപയോഗിക്കണമേ. കർത്താവിൻ്റെ കരം കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതിയും